നമ്മുടെ ജോഗ്രഫി എന്ന സബ്ജക്റ്റിൽ 3 ജോഗ്രഫികളാണ് പഠിക്കാനുള്ളത്. വേൾഡ് ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി, അത് കഴിഞ്ഞ് കേരള ജോഗ്രഫി. ഇന്ത്യൻ ജോഗ്രഫിയിൽ പ്രധാനമായിട്ട് വരുന്ന ഒരു പോർഷനാണ് ഇന്ത്യയുടെ ഫിസിയോഗ്രഫി, ഇന്ത്യയുടെ ഭൂമിയുടെ രീതികളെക്കുറിച്ചുള്ള പഠനം. അതിൽ നമ്മൾ ആദ്യമായി പഠിക്കാൻ പോകുന്ന പോർഷൻ നോർത്തേൺ മൗണ്ടെയ്ൻസ് ആണ്. ഇന്ത്യയുടെ ഫിസിയോഗ്രഫിയെ 6 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. നോർത്തേൺ മൗണ്ടെയ്ൻസ്, അതായത് ഉത്തര പർവ്വത മേഖല; നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻസ്, ഉത്തര സമതലം; പെനിൻസുലാർ പ്ലാറ്റു, ഉപദ്വീപീയ പീഠഭൂമി; കോസ്റ്റൽ പ്ലെയിൻസ്, തീരദേശങ്ങൾ; ഐലൻഡ്സ്, ദ്വീപുകൾ; ഡിസേർട്ട്സ്, മരുഭൂമികൾ. ഇങ്ങനെയായിട്ടാണ് 6 എണ്ണം ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ആദ്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് നോർത്തേൺ മൗണ്ടെയ്ൻസ് ആണ്. നോർത്തേൺ മൗണ്ടെയ്ൻസിനെ പലതരത്തിലായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മേജറായിട്ട് 3 കാര്യങ്ങളുടെ ബേസിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ആദ്യമായിട്ട് ബേസ്ഡ് ഓൺ മൗണ്ടെയിൻ റേഞ്ചസ്, പിന്നെ ബേസ്ഡ് ഓൺ റിവേഴ്സ് ക്രോസിങ് ഹിമാലയാസ്, അതായത് ഹിമാലയത്തിനെ ക്രോസ് ചെയ്യുന്ന പലതരത്തിലുള്ള റിവേഴ്സ് ഉണ്ട്. ആ റിവേഴ്സ് ഏതൊക്കെയാണ് അതിൻ്റെ തരത്തിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഏതൊക്കെ പ്രദേശങ്ങളാണെന്നനുസരിച്ച് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. റീജിയണൽ ക്ലാസിഫിക്കേഷൻ. അപ്പം 3 തരത്തിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ബേസ്ഡ് ഓൺ മൗണ്ടെയിൻ റേഞ്ചസ്, ബേസ്ഡ് ഓൺ റിവേഴ്സ് ക്രോസിങ് ഹിമാലയാസ്, റീജിയണൽ ക്ലാസിഫിക്കേഷൻ. മൗണ്ടെയിൻ റേഞ്ചസിൻ്റെ അടിസ്ഥാനത്തിൽ 3 ആയിട്ടാണ് നോർത്തേൺ മൗണ്ടെയ്ൻസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ട്രാൻസ് ഹിമാലയാസ്, ഹിമാലയാസ്, പൂർവാചൽ. അടുത്ത ഒരു ക്ലാസിഫിക്കേഷൻ നദികളെ അടിസ്ഥാനമാക്കി, അതായത് ഏതൊക്കെ നദികളാണ് ഈ ഭാഗത്തേക്ക് കൂടെ ഒഴുകുന്നത് അതനുസരിച്ചിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അത് പഞ്ചാബ്, ഹിമാലയം, കുമയൂൺ, നേപ്പാൾ, ആസാം, ഇങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അടുത്തതായിട്ട് ബേസ്ഡ് ഓൺ റീജിയണൽ പ്രാദേശിക വർഗീകരണം എന്ന് പറയും. അതായത് ഏതൊക്കെ പ്രദേശത്ത് കൂടിയാണ് ഈ ഹിമാലയ അല്ലെങ്കിൽ നമ്മുടെ നോർത്തേൺ മൗണ്ടെയ്ൻസ് പോകുന്നത് അതനുസരിച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ്. അത് കാശ്മീർ ഹിമാലയാസ് ഓർ നോർത്ത് വെസ്റ്റേൺ ഹിമാലയാസ്, മലയാളത്തിൽ പറഞ്ഞാൽ കാശ്മീർ ഹിമാലയം അല്ലെങ്കിൽ വടക്കു പടിഞ്ഞാറൻ ഹിമാലയം. പിന്നെ ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയാസ്, സിക്കിം ഡാർജിലിംഗ് ഹിമാലയാസ്, അരുണാചൽ ഹിമാലയാസ്, പിന്നെ ഈസ്റ്റേൺ ഹിൽസ് ആൻഡ് മൗണ്ടെയ്ൻസ്. ഈ രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. നോർത്തേൺ മൗണ്ടെയ്ൻസ് അല്ലെങ്കിൽ ഉത്തര പർവ്വത നിരകൾ നോർത്ത് ഇന്ത്യയിലെ ഒരു പർവ്വത പ്രദേശം അല്ലെങ്കിൽ മൗണ്ടെയ്നസ് റീജിയൻ ആണ് നോർത്തേൺ മൗണ്ടെയ്ൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റേൺ തൊട്ട് നോർത്ത് ഈസ്റ്റേൺ റീജിയൻ വരെയാണ് അത് നീണ്ടു കിടക്കുന്നത്. നോർത്തേൺ മൗണ്ടെയ്ൻസ് 11 സംസ്ഥാനങ്ങളിലൂടെയും 2 യൂണിയൻ ടെറിട്ടറികളിലൂടെയാണ് കടന്നു പോകുന്നത്. പിന്നെ അത് 3 തരത്തിലുള്ള മെയിനായിട്ട് 3 തരത്തിലുള്ള മൗണ്ടെയ്നസ് റീജിയൻസ് ആണുള്ളത്. ഒന്ന് ട്രാൻസ് ഹിമാലയാസ്, പിന്നെ ഹിമാലയാസ്, പിന്നെ പൂർവാചൽ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റേൺ മൗണ്ടെയ്ൻസ്. നോർത്തേൺ മൗണ്ടെയ്ൻസിനെ ട്രാൻസ് ഹിമാലയാസ് അല്ലെങ്കിൽ പൂർവാചലായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നതിൽ ട്രാൻസ് ഹിമാലയത്തിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് കാരക്കോരം, ലഡാക്ക്, സസ്കർ എന്നീ 3 പ്രദേശങ്ങളായിട്ടാണ്. ട്രാൻസ് ഹിമാലയാസ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പ്രദേശമാണ് ഹിമാലയാസ്. ഹിമാലയാസിനെയും 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്. അടുത്തതായിട്ട് ഈസ്റ്റേൺ ഹിൽസ് അല്ലെങ്കിൽ പൂർവാചലിനെ 4 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. പട്കായ്ബും, നാഗ ഹിൽസ്, മീസോ ഹിൽസ്, ഖാസി ഗാരോ ജൈന്ത്യ ഹിൽസ്, അങ്ങനെ 4 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ട്രാൻസ് ഹിമാലയാസ് ആണ്. ട്രാൻസ് ഹിമാലയാസ് ലഡാക്കിനും ജമ്മു കാശ്മീരിലുള്ള പ്രദേശങ്ങളാണ് ട്രാൻസ് ഹിമാലയത്തിൽ വരുന്നത്. ശരാശരി ഹൈറ്റ് വരുന്നത് 6000 മീറ്ററാണ്. ട്രാൻസ് ഹിമാലയാസിൽ വരുന്ന 3 മൗണ്ടെയ്നസ് റീജിയൻസ് ആണ് കാരക്കോരം, ലഡാക്ക്, സസ്കർ എന്നീ പ്രദേശങ്ങൾ. അതിൽ ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നത് കാരക്കോരം റേഞ്ചാണ്. കാരക്കോരം റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തെ പർവ്വതനിരയാണ് കാരക്കോരം നിരകൾ. മൗണ്ട് കേറ്റുവും ഗോഡ്വിൻ ഓസ്റ്റിനൊക്കെ സ്ഥിതി ചെയ്യുന്നത് കാരക്കോരം റേഞ്ചിലാണ്. മൗണ്ട് എവറസ്റ്റ് കഴിഞ്ഞിട്ട് ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള പീക്ക് എന്ന് പറഞ്ഞാൽ ലോകത്തിലെയും ഇന്ത്യയിലെ ഏറ്റവും വലുതും ആണ് മൗണ്ട് കേറ്റു എന്ന് പറഞ്ഞാൽ. മൗണ്ട് കേറ്റുവിൻ്റെ വേറെ പേരുകളായിരുന്നു ദബ്സാങ്, ലംബ പഹർ എന്നൊക്കെ ഉള്ളത്.
പാക് അധീന കാശ്മീർ മേഖലയും മൗണ്ട് K2യിലാണ് സ്ഥിതി ചെയ്യുന്നത്. പാമർ നോട്ട് ഈ കാരക്കോരം റേഞ്ചിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന പ്രദേശമായതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ മേൽക്കൂര എന്നാണ് പാമർ നോട്ട് അറിയപ്പെടുന്നത്. അവിടെയാണ് ഏറ്റവും കൂടുതൽ മഞ്ഞ് അല്ലെങ്കിൽ ഗ്ലേഷ്യേറ്റഡ് ആയിട്ടുള്ള മഞ്ഞ് കാണപ്പെടുന്നത്. പക്ഷേ പോളാർ റീജിയൻ അല്ലാതെ കൂടുതലായിട്ട് മഞ്ഞ് കാണപ്പെടുന്ന ഒരു റീജിയനാണ് കാരക്കോരം റീജിയനാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ഗ്ലേഷ്യർ ഉള്ളത് സിയാച്ചിൻ മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ ഗ്ലേഷ്യർ ഉള്ളത്. ലോകത്തിലെ തന്നെ സെക്കൻഡ് ലോങ്ങസ്റ്റ് നോൺ പോളാർ ഗ്ലേഷ്യറാണ് സിയാച്ചിൻ എന്ന് പറഞ്ഞാൽ. ഇന്ത്യയുടെ ഏറ്റവും ലാർജസ്റ്റ് ഹിമാനിയാണ് സിയാച്ചിൻ. ഭൂമിയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമി സ്ഥിതി ചെയ്യുന്നതും സിയാച്ചിനിലാണ്. കേന്ദ്ര ഭരണ പ്രദേശമായ ലഡാക്കിലാണ് സിയാച്ചിൻ സ്ഥിതി ചെയ്യുന്നത്. സിയാച്ചിൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം റോസാപ്പൂക്കൾ എന്നുള്ള അർത്ഥത്തിലാണ്. പിന്നെ സിയാച്ചിൻ പറയുന്ന വേറൊരു പേരാണ് ഭൂമിയിലെ മൂന്നാമത്തെ ധ്രുവം, അതായത് തേർഡ് പോൾ ഓഫ് എർത്ത്. അപ്പോൾ നമ്മളിപ്പോൾ സിയാച്ചിനെ കുറിച്ച് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഒന്ന്, ഏറ്റവും വലിയ കാരക്കോരം റേഞ്ചിൽ തന്നെ ഏറ്റവും വലിയ ഹിമാനി അല്ലെങ്കിൽ ഗ്ലേഷ്യറാണ് സിയാച്ചിൻ ഗ്ലേഷ്യർ. പിന്നെ ഏറ്റവും നീളം കൂടിയ ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ ഗ്ലേഷ്യറാണ് സിയാച്ചിൻ. ഏറ്റവും വലിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്ലേഷ്യർ സിയാച്ചിനിലാണ്. ഇതെല്ലാം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ലഡാക്കിലാണ്. സിയാച്ചിൻ എന്ന വാക്കിൻ്റെ അർത്ഥവും ധാരാളം റോസാ. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഭൂമിയിലെ മൂന്നാമത്തെ ധ്രുവം എന്നറിയപ്പെടുന്നതും സിയാച്ചിനാണ്. സിയാച്ചിൻ്റെ വടക്കു ഭാഗത്ത് ആണ് ഇന്ദിരാ കോൾ സ്ഥിതി ചെയ്യുന്നത്. സിയാച്ചിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയുടെ പേരാണ് നുംബ്ര എന്നാണ്. ഷിയോക്ക് നദിയുടെ പോഷക നദിയായിട്ടാണ് നുംബ്ര വരുന്നത്. അത് സിന്ധു നദിയായിട്ട് ലയിച്ച് ചേരുകയാണ് ചെയ്യുന്നത്. അതായത് നുംബ്ര നദി എന്ന് പറയുമ്പോൾ സിയാച്ചിൽ നിന്ന് ഉത്ഭവിക്കുന്നു. അത് ഷിയോക്ക് റിവറിൻ്റെ ട്രിബ്യൂട്ടറിയാണ്. അത് ഏറ്റവും അവസാനം ഇൻഡസ് റിവറിൽ ചെന്ന് ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ടിബറ്റിൻ്റെ ഭാഗത്തേക്ക് കാരക്കോരം റേഞ്ചിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന ഒരു ഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് കൈലാഷ് റേഞ്ച് അല്ലെങ്കിൽ കൈലാഷ് പർവ്വതനിര എന്നുള്ളത്. മാനസ സരോവർ തടാകം കൈലാസ് പർവ്വതത്തിനടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. കൈലാഷ് റേഞ്ച് ഈസ് വേർ റിവേഴ്സ് ലൈക്ക് ദ ഇൻഡസ്, ബ്രഹ്മപുത്ര ആൻഡ് സട്ലജ് ഒറിജിനേറ്റ്. സംസ്കൃത ഗ്രന്ഥങ്ങളിൽ കൃഷ്ണഗിരി എന്നാണ് നമ്മുടെ കൈലാഷ് റേഞ്ചിനെ വിളിക്കുന്നത്. ഇന്ത്യയുടെ ഹയസ്റ്റ് പ്ലാറ്റു ആണ് ലഡാക്ക് എന്ന് പറയുന്നത്. അതിനെ അറിയപ്പെടുന്ന വേറൊരു പേരാണ് തണുത്ത മരുഭൂമി അല്ലെങ്കിൽ കോൾഡ് ഡെസേർട്ട് ഓഫ് ഇന്ത്യ. ഡ്രാസ് വാലിനെ അറിയപ്പെടുന്ന പേരാണ് ഗേറ്റ് വേ ഓഫ് ലഡാക്ക്. ലഡാക്കിലേക്കുള്ള ഗേറ്റ് വേ തുടങ്ങുന്ന സ്ഥലമാണ് ദ്രാസ് താഴ്വര. ഏറ്റവും കൂടുതൽ തണുപ്പുള്ള ഒരു സ്ഥലമാണ്, ജനവാസമുള്ള സ്ഥലമാണ്. ഇന്ത്യയിലെ ഏറ്റവും തണുപ്പുള്ള ജനവാസമുള്ള സ്ഥലമാണ് ദ്രാസ്. സിന്ധു നദി ഒഴുകുന്നത് ലഡാക്ക് പർവ്വതത്തിനും സസ്കർ പർവ്വതനിരയ്ക്കും ഇടയിലൂടെയാണ്. ലഡാക്ക് പരിധിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചുരമാണ് ഖർദും ചുരം. അത് ലേയിനെയും ലഡാക്കിനെയും കൂടെ ലിങ്ക് ചെയ്യുന്ന സ്ഥലമാണ്. ട്രാൻസ് ഹിമാലയത്തിൻ്റെ വടക്കേ അറ്റത്തെ പ്രദേശം കാരക്കോരം റേഞ്ചാണെന്ന് പറഞ്ഞു. നടുക്ക് വരുന്നത് ലഡാക്ക്. അത് കഴിഞ്ഞ് തെക്കേ അറ്റത്തെ പ്രദേശം അല്ലെങ്കിൽ സദേൺ മോസ്റ്റ് പോർഷനാണ് സസ്കർ പർവ്വതനിര. സസ്കർ പർവ്വതനിരയിലാണ് ഈ ദ്രാസ് സ്ഥിതി ചെയ്യുന്നത്. ഗേറ്റ് വേ ഓഫ് ലഡാക്ക് എന്നറിയപ്പെടുന്ന ദ്രാസ് താഴ്വര സ്ഥിതി ചെയ്യുന്നത് സസ്കർ പർവ്വതനിരയിലാണ്. സസ്കർ പർവ്വതനിരയിലുള്ള ഒരു ചുരമാണ് ഫോട്ടൂല ചുരം. കാർഗിലിനെയും ലേയിനെയും കണക്ട് ചെയ്യുന്ന ഒരു ചുരമാണ് ഫോട്ടൂല പാസ് അല്ലെങ്കിൽ ഫോട്ടൂല ചുരം.